ഹലോ ഡിയർ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേണുവിനെയും അനാമികയുമാണ് കാണിക്കുന്നത്. വേണു ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരികയാണ്. മോളെ 7ാം മാസത്തെ ചടങ്ങിന് അനന്തപുരിയിലേക്ക് നമ്മുടെ നന്ദു വരുമോ? അപ്പോഴത്തേക്കിനും അനാമിക പറയുന്നുണ്ട്, നന്ദു വരുമായിരിക്കും, അല്ലെങ്കിൽ വരത്തില്ലായിരിക്കും. പക്ഷേ വന്നില്ലെങ്കിൽ ഞാനും പോകത്തില്ല, പക്ഷേ വരുവാണെങ്കിൽ ഞാൻ പോവും തീർച്ചയായിട്ടും എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് തന്നെയല്ല, എൻ്റെ സ്ഥാനത്ത് അവൾ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വേണു അങ്ങനെ തല ആട്ടുന്നുണ്ടോ കേട്ടോ. അപ്പോഴത്തേക്കിനെ അമ്മ വന്നിട്ട് ജ്യൂസൊക്കെ കൊടുത്തിട്ട് പറയുകയാണ്, എന്താണേലും മോൾ ഇന്ന് പോകാതിരുന്നത് മോശമായെന്ന് പറയുന്നുണ്ട്. അതാ എനിക്കും പറയാനുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും അവിടെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ മോള് പോകണ്ടേന്നിങ്ങനെ ചോദിക്കുവേ വീണു. അന്നത്തേക്കിനെ അനാമിക പറയുകയാണ്, നടന്നതൊക്കെ അച്ഛൻ മറന്നുപോയോ? അവൾ എൻ്റെ കാരണം തടിച്ചവളാണ്, എന്നിട്ട് അതുപോലൊന്ന് തിരിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ലല്ലോ. മോൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവളും അവളുടെ അനിയത്തിയൊക്കെ വലിയൊരു രഹസ്യം അടക്കി പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ദേവയാനി ചേച്ചി കുടിച്ച പാലിൽ വിഷം കലർത്തിയ നമ്മളാണെന്ന് അറിഞ്ഞെന്നാൽ അവിടെ ആരെങ്കിലും സഹിക്കുമോ മോളെ? അതുമല്ല, പിന്നെ എൻ്റെ മോൾക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുമോ? അപ്പം നമ്മുടെ അനാമിക പറയുന്നുണ്ടേ, ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ മാറി നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുന്നത്. അല്ലെങ്കിൽ പരിസരം മറന്ന് എന്തെങ്കിലുമൊക്കെ ഞാൻ പ്രതികരിച്ചെന്നും വരും. അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ അവളുമാരെ വിജയിക്കാൻ വേണ്ടിയിട്ട് നടന്നൊക്കെ ഒച്ചത്ത് വിളിച്ച് പറഞ്ഞെന്നും വരും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും ചെയ്യാതെ നിൽക്കുന്നതെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം അമ്മ പറയുകയാണ്, മനുഷ്യ, നിങ്ങൾക്ക് ലോകത്തുള്ള സകല കുണ്ടകളെ അറിയാമല്ലോ, എന്നിട്ട് നമ്മളെ തലവരെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ലെന്നിങ്ങനെ വേണുവിനോട് ചോദിക്കുവാണേ. അവളെ തല്ല് കൊള്ളിക്കാൻ നോക്കിയിട്ട് തല്ലുകൊണ്ട് കിടന്നത് നമ്മൾ രണ്ടാളുമാണ്. അപ്പോൾ വേണു പറയുന്നുണ്ടേ, ഇപ്പം നമ്മുടെ ദോഷ സമയമാണ്, അതുകൊണ്ട് നമ്മൾ ഇടങ്കൂറിൽ നിന്നും നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് തന്നെയല്ല, അവൾ SI ആകാൻ പോകുന്ന പെണ്ണാണ്. അവൾ SI ആകുന്നതിന് മുന്നേ മോള് എന്തെങ്കിലുമൊക്കെ സാധിച്ചെടുക്കണം എന്നിങ്ങനെ അമ്മ അനാമികയോട് പറയുകയാണേ. സ്വത്തും പണമൊക്കെ കൈക്കലാക്കണമെന്ന് നമ്മളെ കഴിഞ്ഞും ഒരു ഉപരിയായിട്ട് ആഗ്രഹിക്കുന്നവരാണ് അഭിയേട്ടനും അമ്മയും ഒക്കെ. എന്നാൽ ഇത്രയും നാളായിട്ടും അവർക്കൊന്നും അതിന് സാധിച്ചിട്ടില്ല. എങ്കിലും അവർ അനന്തപുരി ട്രസ്റ്റിലെ അംഗങ്ങളാണ്. മോളെ അങ്ങനെ അംഗമാക്കിയിട്ടുണ്ടോ? മോള് അതിനെ പറ്റിയിട്ടൊന്ന് വിശദമായിട്ടൊന്ന് അന്വേഷിക്കണം, എന്താ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം അമ്മയ്ക്ക് പറയുന്നുണ്ട്, അതിൻ്റെ അകത്ത് ട്രസ്റ്റിൻ്റെ അകത്ത് അവിടെ വന്നിട്ടുള്ള മരുമക്കൾ ആരും അംഗങ്ങളല്ല, പിന്നെ എന്നെ അംഗമാക്കാൻ പറയാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരത്തേക്കിനും നമ്മുടെ അമ്മ പറയുകയാണേ, മോള് അനിയുടെ അമ്മയുമായിട്ട് സൗഹൃദം കൂടി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം. തന്നെയല്ല, എപ്പോഴെങ്കിലും അനിയുമായിട്ട് പിരിയുവാണെങ്കിൽ മോൾക്ക് അതിന് തക്കതായ കോമ്പൻസേഷൻ കിട്ടണം. അപ്പം അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചേ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നന്ദുക്കുട്ടനാണ് കേട്ടോ. നന്ദുക്കുട്ടൻ ഇങ്ങനെ ഒരു പിങ്ക് കളർ ഷർട്ടും വൈറ്റ് പാൻറ്റും ഒക്കെ ഇട്ട് നിൽക്കുകയാണ്. മുഖത്ത് ചെറുതായിട്ട് ഉള്ള കുത്തുകുത്ത് പാടുകളൊക്കെ ഉള്ളൂ. അപ്പോഴത്തേക്കും ഇങ്ങനെ വാച്ചൊക്കെ കെട്ടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അമ്മ വന്നിട്ട് ചോദിക്കും, നന്ദുക്കുട്ടൻ ഒരുങ്ങിയെന്ന് ചോദിക്കേ. ഒരുക്കി പോകാനാവും കേട്ടോ എന്ന് പറയുവേ. അപ്പോഴത്തേക്കിനും നന്ദു ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ചിക്കൻ ബോക്സും മാറി കുളിയും കഴിഞ്ഞു, ഇനി എന്നാലും ഞാൻ അവിടെയായിട്ട് ചെല്ലുമ്പോഴത്തേക്കിനും അവർക്കൊക്കെ ഇഷ്ടപ്പെടുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കനക പറയുകയാണ്, പോയില്ലെങ്കിലാണ് അവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നമ്മളെ വഴക്ക് പറയുക. ആദർശ് ഇപ്പം തന്നെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞു നന്ദു വരുന്നുണ്ടോ എന്ന്. നവ്യേച്ചിയുടെ 7ാം മാസത്തെ ചടങ്ങല്ലേ, അതിന് വരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. എൻ്റെ നന്ദൂട്ടാ, ചടങ്ങൊക്കെ 1-2 മണിക്കൂറല്ലേ ഉള്ളൂ, അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ച് വരത്തില്ലേ. അനാമിക അവിടെ ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മുടെ കനക പറയുന്നുണ്ട്. ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ നമ്മുടെ കാര്യം നോക്കി നിന്നാൽ മതി. അല്ലാതെ എൻ്റെ മോൻ അവൻ അനിയോടുമായിട്ട് കൂടുതലായിട്ട് അടുത്തൊക്കെ ഇടപഴകി കഴിഞ്ഞാൽ അത് അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇഷ്ടപ്പെട്ടൊന്നും വരത്തില്ല. നന്ദുവട്ടം വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താ അമ്മയും ചോദിക്കേ? അതൊക്കെ ഞാൻ വന്നിട്ട് പിന്നെ പറയാം. അടുത്തായിട്ട് നമ്മുടെ അനിയാണ് കാണിക്കുന്നത്. അനി ഇങ്ങനെ ഡ്രോയിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ നയന അങ്ങോട്ടേക്ക് വരുന്നുണ്ടേ. അപ്പോൾ നയനയെ കണ്ടപ്പോഴത്തേക്കിനും ഒരു പരിങ്ങലൊക്കെ ഉണ്ട് കേട്ടോ. ഏട്ടത്തി എന്നിങ്ങനെ വിളിച്ചേ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്നത്തെ ഫംഗ്ഷന് വീട്ടിൽ നിന്ന് ആരൊക്കെയാണ് വരുന്നത് ഏട്ടത്തി എന്ന് ചോദിക്കും കേട്ടോ. അച്ഛനും അമ്മയും തീർച്ചയായിട്ടും വരുന്നുണ്ട് എന്നിങ്ങനെ പറയുവേ. അപ്പോൾ പിന്നെ വീണ്ടും എന്നിട്ട് ചോദിക്കാൻ നന്ദു പോകുമെന്ന് ചോദിക്കുവേ. അപ്പോൾ പറയും, നന്ദു കൂളിയൊക്കെ കഴിഞ്ഞു, ചിലപ്പോൾ വരുമായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും ഭയങ്കര ഒരു ആശ്വാസമൊക്കെ ആവുന്നുണ്ട്. അപ്പോഴത്തേക്കിനും മുഖഭാഗമൊക്കെ മാറുന്നത് ഇങ്ങനെ നയന ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും പറയുന്നുണ്ട്, നീ ഇങ്ങനെ നന്ദുവിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? അനി ഇവിടെ ഉള്ളത്, നമ്മുടെ അനാമിക ഇവിടെ ഉള്ളതല്ലേ. അപ്പോഴത്തേക്കും നമ്മുടെ അനി ഇത്തിരി ദേഷ്യത്തോടെ പറയുവാണേ, ഏട്ടത്തി അനി എൻ്റെ ഫ്രണ്ടാണ്, ഒരു കല്യാണം കഴിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഫ്രണ്ടിനെ ഒഴിവാക്കാനൊന്നും എനിക്കാവില്ല.
നമ്മുടെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്തൊന്നും ചെയ്യാൻ പാടില്ല അനി എന്നിങ്ങനെ നയന പറയുകയാണ്. അപ്പോൾ അനി ശേന്നൊക്കെ വെച്ചിട്ട് കല്യാണ ഏട്ടത്തിയുടെ ഫ്രണ്ടല്ലേ എന്നിട്ട് ആരെങ്കിലും ആദർശേട്ടൻ പറയുകയാണ് കല്യാണ ഏട്ടത്തെ വിളിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നയന ഏട്ടത്തിക്ക് അത് സഹിക്കാൻ പറ്റുമോ എന്നിങ്ങനെ അനി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നയന പറയുവാണേ ഞാൻ പറഞ്ഞത് ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദത്തെ പറ്റിയിട്ടാണ്. അപ്പോഴത്തേക്കിനും അനി ഇങ്ങനെ ചോദിക്കുവാണേ ഏട്ടത്തി ആണും പെണ്ണും കൂടെ സൗഹൃദം കൂടി നയൻ്റെ ആകാശം ഇങ്ങോട്ട് ഇടിച്ചു വീഴുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയുന്നുണ്ട് തെറ്റായ സൗഹൃദമാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും. നിങ്ങൾ തെറ്റ് ചെയ്യാൻ പാടില്ലെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അവളോട് പറഞ്ഞിട്ടുണ്ട് തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന്. നിങ്ങൾ രണ്ടാളും അത് ചെയ്യത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് സംസാരത്തിലെ ഭാവം ഞാൻ മാറ്റാത്തത്. അനിയും അനാമികയും നല്ല രീതിയിൽ ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്. അവൾ ഉടനെ പോലീസ് ക്യാമ്പിലേക്ക് പോകും. അവൾ ആഗ്രഹിച്ച ജോലിയും കിട്ടും. അങ്ങനെ അവളെ അവളുടെ വഴിക്ക് വിട്ടേക്ക് എന്നിങ്ങനെ നമ്മുടെ നയന പറയുന്നു. പിന്നെ നമ്മുടെ നയന അങ്ങോട്ടേക്ക് വരുന്നത് നമ്മുടെ ദേവയാനിയുടെ റൂമിലേക്കാണ് കേട്ടോ. അപ്പോൾ ദേവയാനിയെ കണ്ടതും നയന ഇങ്ങനെ ചിരിച്ചുകൊണ്ടാണ് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഈ സാരിയിൽ അമ്മയെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഏത് സാരി കൊടുത്താലും നല്ല ഭംഗിയാണെന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പോഴത്തേക്കിനും ദേവയാനി പറയുന്നുണ്ട് മോൾക്കും ഇത് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ നയന ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ആദർശേട്ടനും അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പം തന്നെ ഞാൻ മറുപടിയും കൊടുത്തു, ഇത് അമ്മ മേടിച്ച് തന്നതാണെന്ന് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നയന നിന്ന് ചിരിക്കുവാണ്. അപ്പോഴത്തേക്കിനും ദേവയാനിങ്ങും പെട്ടെന്ന് അങ്ങ് ഇത് ഒരു ആശങ്ക കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും ഇങ്ങനെ പേടിച്ച് നിൽക്കുക കേട്ടോ ഇങ്ങനെ ദേവയാനി. അന്നത്തേക്കും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ നയന ചിരിക്കുന്നുണ്ട്. അന്നത്തേക്കും ദേവയാനി പറയുകയാണെ പേടിപ്പിച്ചതാണല്ലേ. അപ്പോഴത്തേക്കിനും നയന പറയണം അതെ അമ്മ, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് മറ്റൊരു വിഷയം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അനിയുടെ പോക്ക് ശരിയല്ല അമ്മേ. അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദു ഉണ്ട്. ഇന്ന് ചടങ്ങിന് വരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അനിയുടെ മുഖത്ത് നല്ല സന്തോഷമായിരുന്നു. നന്ദു വരുന്നതിൻ്റെ സന്തോഷം എന്നിങ്ങനെ നയന ദേവയാനിയോട് പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് കുഴപ്പമില്ല മോൾ വിഷമിക്കണ്ട, ഞാൻ അവനോട് പറഞ്ഞോളാം. പക്ഷേ മോൾ ഒന്നുകൂടെ നന്ദുവിനെ ഉപദേശിക്കണം. പോലീസ് ട്രെയിനിങ്ങിന് പോകുന്ന നന്ദുവിൻ്റെ മനസ്സിൽ അനിയെപ്പറ്റിയുള്ള ഒരു പിക്ചറും ഉണ്ടാവാൻ പാടില്ല. അവർ തമ്മിൽ സുഹൃത്തുക്കളാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് ഒരിക്കലും സ്നേഹിച്ചവർ സൗഹൃദം കൂടാതിരിക്കുന്നതാണ് നല്ലത്. അതുതന്നെയല്ല രണ്ട് വീട്ടുകാരും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് നന്ദു ഇങ്ങോട്ട് വരുന്നതിൽ തെറ്റുമില്ല. ക്യാമ്പിന് പോകുന്നതിന് മുന്നേ നന്ദുവിനെ ഒന്ന് വിളിച്ചിട്ട് നല്ലൊരു ഊണ് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതൊക്കെ വേണ്ടതുമാണ്. പക്ഷേ അനിയും നന്ദുവൊക്കെ വെളിയിൽ വെച്ച് കാണുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വിലക്കേ പറ്റുള്ളൂ മോളെ. നേരത്തെ പോലീസ് ക്യാമ്പിലേക്ക് പോകുന്നതിന് മുന്നേ ഫ്രണ്ട്സ് കൊടുത്തതാണെന്നും പറഞ്ഞ് നന്ദുവിനൊരു മോതിരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയ്ക്കൊരു ബലമായ സംശയം അത് അനി കൊടുത്തതാണോന്നാണ്. അങ്ങനെ അവർ തമ്മിൽ അടുക്കുന്നുണ്ടെങ്കിൽ അനിയുടെ മനസ്സിൽ നിന്ന് അനാമിക ഔട്ടാവും മോളെ. അതൊരിക്കലും അനുവദിച്ച് കൊടുത്തുകൂടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയുന്നുണ്ട് ചേച്ചി ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞാനും അങ്ങോട്ടേക്ക് പോകുമല്ലോ, അപ്പോഴത്തേക്കിനും ഞാൻ നോക്കിക്കൊള്ളാം. അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, പക്ഷേ കല്യാണം കഴിഞ്ഞ അനി ഇപ്പോഴും അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റ് തന്നെയാണ്. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ഗോവിന്ദനെയും കനകയാണ് കേട്ടോ. നല്ല സന്തോഷത്തോടു കൂടി നല്ല പുത്തനുടുപ്പൊക്കെ ഇട്ടിട്ട് ഗോവിന്ദൻ ഇങ്ങനെ നിൽക്കുകയാണ്. മുഖത്ത് മുഴുവൻ നല്ല പ്രസാദം ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും പറയുകയാണ് ഇന്ന് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് സന്തോഷത്തോടു കൂടിയായിട്ടാണ്. അമ്മായിയമ്മ വെറുക്കുന്ന മരുമോളിൻ്റെ വീട്ടിലേക്കല്ല, അമ്മായിയമ്മ സ്നേഹിക്കുന്ന നമ്മളുടെ മോളുടെ വീട്ടിലേക്കാണ് ഞാനിന്ന് പോകുന്നത് എന്നിങ്ങനെ കനകയോട് പറയുന്നുണ്ട്. അപ്പോൾ കനകയൊക്കെ ഇങ്ങനെ മുഖത്ത് നല്ല ചിരിയായിട്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് രണ്ടുപേരുടെ മുഖത്ത് നല്ല സന്തോഷമാണല്ലോ, രാവിലെ തൊട്ട് ഞാനിത് ശ്രദ്ധിക്കുകയാണ് എന്നിങ്ങനെ പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ കനക പറയുന്നുണ്ട് അമ്മായിയമ്മയും മരുമോളും നല്ല സ്നേഹത്തിലാണിപ്പോൾ. മോളുടെ ചേച്ചിയുടെയും ആദർശിൻ്റെ അമ്മയുടെയും കാര്യമാണ് പറഞ്ഞതെന്നിങ്ങനെ ഗോവിന്ദൻ പറയുവേ. അപ്പോഴത്തേക്കിനും പറയുന്നുണ്ട് അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്നിങ്ങനെ നന്ദു ചോദിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ നന്ദൂട്ട അവർ രണ്ടാളും സ്നേഹത്തിലാണെന്ന് അമ്മ ഡയറക്റ്റായിട്ട് കണ്ടതാണ്. നമ്മുടെ പ്രായശ്ചിത്തക്കാവിൽ തൊഴാൻ വന്നതും അതുപോലെ തന്നെ നടു റോട്ടിൽ വെച്ചിട്ട് മുല്ലപ്പൂ ഇങ്ങനെ നയനയുടെ ചേച്ചിയുടെ തലയിൽ കുത്തി കൊടുക്കുന്നതും എല്ലാം ഈ അമ്മ എൻ്റെ നേരിട്ട് കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് നന്ദൂട്ട. എനിക്ക് നേരത്തെ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഒരു സമയത്ത് ചേച്ചി എനിക്കൊരു നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. ആ നമ്പർ ആരുടെയാണെന്ന് സൈബർ സെല്ലിൽ നിന്ന് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി വിളിച്ചത്. അപ്പോൾ അത് എടുത്ത് കൊടുത്തപ്പോൾ അത് ആദർശേട്ടൻ്റെ അമ്മയുടെ നമ്പറായിരുന്നു. അപ്പോൾ തൊട്ടേ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ നമ്മൾ ഈ വിവരം അറിഞ്ഞ കാര്യം ആദർശനോ അവൻ്റെ അമ്മയ്ക്കോ നയനയ്ക്കോ ആർക്കും അറിയില്ല.
അതുകൊണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അറിഞ്ഞ ഭാവം കാണിക്കാൻ പാടില്ല. അപ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ടല്ലോ, നമ്മളോട് പറയാത്ത സ്ഥിതിക്ക് അവരെന്താ ചെയ്യുന്നതെന്ന് നമുക്കും ഒന്ന് പരീക്ഷിക്കണം. ഇങ്ങനെ നന്ദു പറയുന്നുണ്ടേ. പിന്നെ നമ്മുടെ നന്ദൂട്ടൻ പറയുകയാണെ, അമ്മ ഓർക്കുന്നുണ്ടോ അന്ന് ചേച്ചിക്ക് അവാർഡ് കിട്ടിയത്? അവിടുത്തെ സംഘടനയിലെ മെയിൻ ആളാണ് നമ്മുടെ ആദർശേട്ടൻ്റെ അമ്മ. അപ്പം ചേച്ചിക്ക് അന്ന് അവാർഡ് കിട്ടുന്നതിനും കാരണമായത് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും കനക ഓന്ന് പറയുന്നുണ്ട്, ഉറപ്പല്ലേ? എന്നിട്ടാണ് അമ്മയും മരുമോളും മറ്റുള്ളവരെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ഗോവിന്ദൻ പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കനക പറയുകയാണെ, ഇത് ആദർശമോൻ മനസ്സിലാക്കിയോ ഇല്ലയോ എന്നിങ്ങനെ അറിയാൻ പറ്റുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നന്ദു പറയുകയാണെ, അമ്മ ഏതൊക്കെ നമ്മൾ ഇന്ന് അങ്ങോട്ടേക്ക് ചെല്ലുവല്ലേ, അപ്പോഴത്തേക്കും നമുക്ക് എന്താണെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. എന്താണെങ്കിലും ചേച്ചി ഒരു നാൾ പിടിക്കപ്പെടുമല്ലോ, അതുവരെ ഇത് ഇങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് പോട്ടെ. അതിൻ്റെ സന്തോഷമാണ് മോളെ ഞങ്ങളുടെ മുഖത്ത് കണ്ടത്. എനിക്കും ആ സന്തോഷമുണ്ട്. എന്നാലും അവിടെ ചെന്ന് കഴിയുമ്പോൾ അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ നിൽക്കും എന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടിങ്ങനെ പറയുന്നുണ്ട്, 7ാം മാസം ചടങ്ങല്ലേ, മോള് വരാതിരിക്കാനൊന്നും പറ്റത്തില്ല, മോള് വന്നേ പറ്റുള്ളൂ എന്നിങ്ങനെ കനക പറയുന്നുണ്ട് കേട്ടോ. എന്നാലും ചേച്ചി പണി പറ്റിച്ചു അല്ലേ, ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ചേച്ചിയാണ് കരൾ കൊടുത്തതെന്ന് അമ്മായിയമ്മ അറിഞ്ഞിട്ടുണ്ട്, അതായിരിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് നടന്നു പോവുക കേട്ടോ. അപ്പോഴത്തേക്കും ഗോവിന്ദ പറയുന്നുണ്ട്, ഇനി സമയം കളയണ്ട, നമുക്കിപ്പോൾ എത്രയും പെട്ടെന്ന് ഇറങ്ങാമെന്നിങ്ങനെ പറയുകയാണേ. അടുത്തായിട്ട് കാണിക്കുന്നത് നമ്മുടെ നവ്യയാണ്. അപ്പം നയന നവ്യയുടെ അടുത്തേക്ക് വരിക കേട്ടോ. ചേച്ചി എന്നാ ഉണ്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. നയനെ ഈ സാരി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുവേ. അന്നത്തേക്കിനും നയന ഇങ്ങനെ പറയുന്നുണ്ട്, അത് എന്നോടാണോ ചോദിക്കേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നീ മേടിച്ച് തന്നല്ലേ, സൂപ്പറായിട്ടുണ്ട്, മോശമായിട്ടില്ല, ഒരിക്കലും വളരെ നന്നായിട്ടുണ്ട് എന്നിങ്ങനെ പറയുവേ. ഇനി ഞാനൊരു ഫൈനൽ ടച്ചും കൂടെ ചെയ്യാം. അല്ല അഭി വന്നില്ലേ, അഭി എന്തിയെ, മുല്ലപ്പൂ മേടിച്ചിട്ട് വന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുവേ. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ പറയുന്നുണ്ട്, അവൻ മുല്ലപ്പൂ മേടിക്കാനാണോ പെണ്ണുങ്ങളെ കാണാനാണോ പോയെന്ന് അറിയത്തില്ല, എൻ്റെ കൂടെ കഴിയുന്ന സമയത്ത് ഈ ഇടയായിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അവന് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇനി അവൻ എന്നെ അവഗണിക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവൻ എന്നെ വിളിക്കുമോ അല്ലെങ്കിൽ പറയുമോ ഒന്നും, എന്നെ കാണാൻ വരുമോ ഒന്നും അറിയത്തില്ല എന്നൊക്കെ പറയും കേട്ടോ. വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് ഞാൻ നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നവ്യ നയനോട് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും നയന പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ വിടാനായിട്ട് വീട്ടിലെല്ലാവരും സമ്മതിക്കുമോ എന്നിങ്ങനെ ചോദിക്കുവേ. അപ്പം നവ്യ ഇങ്ങനെ പറയുകയാണെ, വീട്ടിലുള്ളവരാണോ, സ്വന്തം ഭർത്താവല്ലേ അതങ്ങനെ മനസ്സറിഞ്ഞ് ചെയ്യേണ്ടത് എന്നിങ്ങനെ നവ്യ നയനോട് പറയുവാണേ. അവൻ്റെ വലയിൽ വീണല്ലോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നതെന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നയന പറയുന്നുണ്ട്, ചേച്ചിയെ കാണാനായിട്ട് നല്ലൊരാൾ വന്നതാണല്ലോ അപ്പോൾ ആദർശേട്ടൻ, അപ്പോൾ ചേച്ചിയല്ലേ അവൻ്റെ ഒപ്പം ചേർന്നിട്ട് നാടകം കളിച്ചത്. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ്. പക്ഷേ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. നിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് ഒരാളെ നിനക്ക് കിട്ടിയില്ലേ, ചേച്ചി ഇരിക്കേ, ഞാൻ ബാക്കി ഓർണമെൻറ്റ്സും കൂടെ ഇട്ട് തരാം എന്നും പറഞ്ഞുകൊണ്ട് നയന നവ്യനെ ഇങ്ങനെ ഇരുത്തുവാണ് കേട്ടോ. വേറൊരാളുണ്ട് ഇവിടെ, എൻ്റെ അമ്മായിയമ്മ. ഇന്നലെ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മായി നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു, അല്ലെങ്കിൽ അതും ചെയ്യത്തില്ല. അല്ല അവരുണ്ടാക്കണമെന്ന് എനിക്ക് നിർബന്ധവും ഇല്ല, അവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല വിശ്വസിച്ച് കഴിക്കാൻ പറ്റത്തില്ലല്ലോ എന്നിങ്ങനെ നവ്യ പറയുന്നുണ്ടേ. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ ഇങ്ങനെ സങ്കടപ്പെട്ടു പറയുകയാണേ, ഞാനും ആദർശേട്ടനും അമ്മയൊക്കെ അരികിലുണ്ടായിരുന്നല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ പറയുന്നുണ്ട്, പുറമേ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും ഇപ്പം നിൻ്റെ അമ്മായിയമ്മ നിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്കിഷ്ടമുള്ള ഭക്ഷണങ്ങളാണല്ലോ ഇപ്പം അമ്മായി കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് എന്നിങ്ങനെ പറയുവേ. അങ്ങനൊന്നും ഇല്ല എന്നിങ്ങനെ എനിക്ക് മുഖത്ത് ഭാവമൊക്കെ വന്നിട്ടാണ് പറയുന്നത്. ഞാനിവിടുന്ന് പോകുമെന്നുള്ള പേടിയാണ് അമ്മയ്ക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, സർജറിക്ക് ശേഷം അമ്മ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യ പറയുകയാണ്, എന്താണെങ്കിലും നീയും നിൻ്റെ അമ്മായിയമ്മയും അധികം താമസിയാതെ തന്നെ പൊരുത്തപ്പെടും മോളെ എന്നിങ്ങനെ പറയുന്നുണ്ട്. പൊരുത്തപ്പെടാത്ത 2 പേരുണ്ട്, എൻ്റെ അമ്മായിയമ്മയും എൻ്റെ ഭർത്താവും. അവർ ഉടനെയെങ്കിലും പൊരുത്തപ്പെടുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇന്ന് പോകുന്നത് കൊണ്ടായിരിക്കും മുല്ലപ്പൂ മേടിക്കാനാണെന്നും പറഞ്ഞ് പോയത്, അല്ലാതെ അവൻ എന്നോട് ഒരു ആത്മാർത്ഥതയില്ല, എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടായിരിക്കും അത് ചെയ്യുന്നതും. അങ്ങനെ നമ്മുടെ നയന മാല എടുത്ത് വെക്കുന്നു, ചുട്ടി എടുത്ത് തലയിൽ ചൂടി കൊടുക്കുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഭഗവാനെയാണ് കേട്ടോ. ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെ പ്രസാദങ്ങളും പഴങ്ങളും പൂക്കളും എല്ലാം ഇങ്ങനെ ഒരുക്കി മനോഹരമായിട്ട് വെച്ചേക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും ദേവയാനി ഇങ്ങനെ ചോദിക്കുകയാണ്, ഇപ്പോഴാണോ നബിക്ക് മുല്ലപ്പൂ മേടിക്കാനായിട്ട് തോന്നിയത്, ഇപ്പോഴാണോ പോവേണ്ടത് എന്നിങ്ങനെ പറയുകയാണ്. നീ എന്തുകൊണ്ടാണ് അവനെ പിടിച്ചിവിടെ നിർത്താതിരുന്നത് എന്നിങ്ങനെ ജലജോട് ദേവയാനി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ ജാനകി പറയുന്നുണ്ട്, അപ്പിക്ക് പോകാറായപ്പോഴത്തേക്കിനും ഭാര്യയോട് സ്നേഹം കൂടിയോ? സ്നേഹമൊന്നും കൂടിയില്ല,
പക്ഷേ ഇവിടെയുള്ളവരെ എല്ലാവരെയും ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ ചെയ്യുന്നതായിരിക്കും എന്നിങ്ങനെ നമ്മുടെ ജലജ പറയുവാണ്. അവൻ 1-2 ദിവസങ്ങളിലായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത്. ആഹാരം കഴിക്കുമ്പോൾ പോലും അവൻ്റെ ശ്രദ്ധ ഇവിടെ ഒന്നും അല്ല. ശരിയായിട്ടത് ഞാനും അവനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. പിന്നെ അടുത്തായിട്ട് കാണിക്കുന്നത് നമ്മുടെ അനന്തപുരിയിലെ നമ്മുടെ മൂർത്തി മുത്തശ്ശൻ എത്തി കേട്ടോ. നമ്മുടെ ആദർശം ജയേട്ടനും അതുപോലെ തന്നെ എല്ലാവരും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഇങ്ങനെ ഹാളിലിരിക്കുകയാണ്. എന്നിട്ട് മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട്, വിഷുവിന് റെക്കോർഡ് സെയിലാണെന്നാണ് കേട്ടത്, അതുകൊണ്ട് അസുഖങ്ങളെല്ലാം മറന്ന് എനിക്ക് നിങ്ങളോടൊപ്പം കൂടണമെന്നുണ്ട്. അതൊന്നും വേണ്ട, അതൊക്കെ ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനുള്ളതേ ഉള്ളൂ എന്നിങ്ങനെ ആദർശ് പറയവേ. അപ്പം മുത്തശ്ശി പറയാണ്, എപ്പോഴും ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നത് വലിയ വീർപ്പുമുട്ടലാണ് ഇദ്ദേഹത്തിന്, അതുകൊണ്ടാണ് ഒരു കാരണം പറഞ്ഞിട്ട് പുറത്തേക്ക് ചാടാനായിട്ട് നോക്കുന്നു എന്നിങ്ങനെ പറയുകയാണ്. അതിൻ്റെ കൂടെ പറയുന്നുണ്ട് അത് വേണ്ട കേട്ടോ എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. ഞാൻ വിടത്തില്ല എന്നും കൂടെ എടുത്തും കൂടെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ നവ്യനെ നമ്മുടെ നയനെ ഇങ്ങനെ കുടിച്ചുകൊണ്ട് വരിക കേട്ടോ. അപ്പോഴത്തേക്കിനും ഫ്രണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കിനും മുത്തശ്ശി പറയും, സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ എന്ന് പറയേ. അപ്പോൾ നമ്മുടെ ആദർശിൻ്റെ അച്ഛൻ പറയും കേട്ടോ, എങ്ങനെ സുന്ദരിയാവാതിരിക്കും, മൂർത്തീസ് ജ്വല്ലറിയിലെ ചീഫ് ഡിസൈനറല്ലേ ഒരുക്കിയിരിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഞാൻ അവസാനം ടച്ചപ്പാണ് ചെയ്തത്, ബാക്കി ചേച്ചി സ്വന്തമായിട്ടാണ് ഒരുങ്ങിയത് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും ജലജ അങ്ങോട്ടേക്ക് പറഞ്ഞുകൊണ്ട് വരുവേ, ഇന്ന് വേണമെങ്കിൽ ഒരു ബ്യൂട്ടീഷ്യനെ വിളിക്കാമായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തിനാണ് ബ്യൂട്ടീഷ്യനെ വിളിക്കുന്നത്, ഈ വീട്ടിലെ ഏറ്റവും വലിയ ബ്യൂട്ടി ആളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്നിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ പറയുക ജാനകിയും എല്ലാവരും രാവിലെ തന്നെ ബ്യൂട്ടി പാർലറിൽ പോയിട്ടാണ് വന്നേക്കുന്നത് ഇങ്ങനെ പറയും കേട്ടോ. എന്താണെങ്കിലും ഇവരൊരുങ്ങി ഇത്രയും വന്നിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അല്ല, നിൻ്റെ 7-ാം മാസക്കാരിയുടെ ഭർത്താവ് എന്തിയെ ഇതുവരെ കാണുന്നില്ലല്ലോ എന്ന് പറയാം. അപ്പോഴത്തേക്കിനും ജലജ പറയുന്നുണ്ട്, അവനിപ്പോൾ വരുന്നേ. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ പറയുന്നുണ്ട്, ഇത്ര നേരമായിട്ട് ഇവളുടെ അച്ഛനും അമ്മയും വന്നിട്ടില്ലല്ലോ എന്ന് പറയേ. പിന്നെ ജാനകി ചോദിക്കുന്നുണ്ട്, വരുമോ നിൻ്റെ അനിയത്തി വരുമോ എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും നവ്യ ഇങ്ങനെ പറയും, എൻ്റെ അനിയത്തി ഇല്ല, അവൾ തീർച്ചയായിട്ടും വരും എന്നിങ്ങനെ പറയേ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇന്നൊരു നല്ല ദിവസമായിട്ട് അനാവശ്യ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാതിരിക്കുക എന്നിങ്ങനെ പറയുവാണേ. ഗോവിന്ദനെ ഞാൻ വിളിച്ചിരുന്നു, അവരവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, അത് വെച്ച് നോക്കുകയാണെങ്കിൽ അവരെത്താറാകുന്നുണ്ട്. പിന്നെ നമ്മുടെ മുത്തശ്ശി നമ്മുടെ സ്വർണ്ണത്തളി ഇങ്ങനെ വെച്ചേക്കുക കേട്ടോ. അപ്പോൾ അതിനകത്ത് കുറേ സ്വർണ്ണമുണ്ട്. എന്നിട്ട് മുത്തശ്ശി അതെടുത്ത് നവ്യക്ക് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും ഇത് ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്നതാണ് എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നവ്യക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ജലജയ്ക്ക് ഇതൊന്നും പിടിക്കുന്നില്ല കേട്ടോ. അപ്പം ജലജ പറയുകയാണ്, കല്യാണം അവിടുന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും സ്വർണ്ണമൊന്നും ഇല്ലാതെയാണ് വന്നത് എന്നിങ്ങനെ പറയുവേ. അന്നത്തേക്കിനും നമ്മുടെ മൂർത്തി മുത്തശ്ശൻ പറയുകയാണ്, അനന്തപുരിയിലെ മരുമകൾ പിന്നെ എങ്ങനെ പോകേണ്ടത് എന്നിങ്ങനെ സ്വർണ്ണത്തിൽ പൊതിഞ്ഞല്ലേ എന്നിങ്ങനെ ചോദിക്കുവേ. സ്വർണം വെറുതെ പെട്ടിയിൽ വെക്കാനുള്ളതല്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അതൊക്കെ അണിയാനുള്ളതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, അർഹതയില്ലെങ്കിൽ എന്താ, അവളുടെ സന്തോഷം കണ്ടില്ലേ, നാണം കെട്ടവൾ. എന്താണെങ്കിലും നമ്മുടെ നവ്യയ്ക്ക് അത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. മനസ്സങ്ങ് കുളിർത്ത് നിൽക്കുവാണ് സ്വർണ്ണത്തളികയും പിടിച്ചിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നയനയും ഇത് സന്തോഷം ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്